കാണും. എന്നാലും മമ്മൂട്ടിയുടെ ഇതിൽ ഇപ്പം ആരും ഇതുവരെയായിട്ട് വന്നിട്ടില്ല. വരും. ഒരു സമയത്ത് അവർക്ക് ഇതെല്ലാം ഹൈഡ് ചെയ്യുന്നു, വേറെ സമയത്ത് ഇതൊരു അവർക്ക് പബ്ലിസിറ്റിക്കുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കില്ലേ. മാധ്യമങ്ങളെ തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, അതൊക്കെ സ്വാഭാവികമല്ലേ. മാധ്യമങ്ങൾ ആരാണ് തള്ളാത്തത്? ആരും പ്രസിഡന്റ് ആവണമെന്നാണ് ആഗ്രഹം. ജയസൂര്യയുടേതെന്ന് പറയുന്നത് 2018 എന്തോ നടന്നതാണെന്ന് പറയുന്നു. 2020 ഇവർ തമ്മിലുള്ള പോസ്റ്റ്, അതായത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തിട്ട്. ഇതിന് ചെയ്യാൻ പറ്റുന്ന ലീഗലൈസ് ചെയ്യണം. ലീഗലൈസ് ചെയ്ത് ഒരു ലീഗൽ അഡ്വൈസറെ അവർ നിയമിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള കോളക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ അമ്മ സംഘടനയിലെ കൂട്ടുരാജിയോടെ അത് അത്യന്തം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഈ വേളയിൽ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടറിയാം. പിരിച്ചുവിടേണ്ട സാഹചര്യം ഇല്ലായിരുന്നു, അപ്പോൾ അതിനകത്ത് തെറ്റുകാരായിട്ടുള്ളവർ സ്വയം രാജിവെക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രമുഖരുടെ പേര് വന്നു. അപ്പോൾ ഇനി ഏതെങ്കിലും പ്രമുഖരുടെ പേര് വരുമെന്ന് തോന്നുന്നുണ്ടോ? വരാം, അതായിരിക്കുമല്ലോ ഈ അഡ്വാൻസ് രാജിയൊക്കെ കൊടുക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളവരൊക്കെ ആയിരിക്കും. ആരുടെയെങ്കിലും പേര് വരുമെന്ന് ചാൻസ് ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അതൊക്കെ നമ്മളങ്ങനെ പറയും. ഓരോരുത്തരുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരെക്കുറിച്ചും നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ ഏകദേശം ഉള്ളവരെല്ലാം ആയില്ലേ, ഇനി മോഹൻലാലും മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. അവർ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും തോന്നുന്നു? അവര് പണ്ട് ഇതുവരെയ്ക്ക് മുമ്പേ സിനിമയിലുള്ളതല്ലേ, അപ്പോൾ അവര് ഇതിനു മുമ്പേ ഇത് കാണിച്ചിട്ടുണ്ടാവും. ഇത് കാണിച്ചിട്ടുള്ള പെണ്ണുങ്ങൾക്ക് പൈസ കൊടുത്തല്ലോ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് നടന്മാരുടെ പേര് വന്നില്ല, അപ്പോൾ അതിൽ ഒരു ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിട്ട് തോന്നിയത് ആരുടെയാണ്? ജയസൂര്യയൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഇൻവോൾവ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഞെട്ടൽ തോന്നി. ബാക്കിയൊക്കെ സ്വാഭാവികം. പക്ഷേ പുള്ളിക്കൊരു സമൂഹത്തിൽ കുറേ കാര്യങ്ങളിൽ ഇടപെട്ട ഇമേജ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ റോഡ് നന്നാക്കുന്നതിലായാലും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളിൽ പുള്ളി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിന് ഈ ആരോപണം ഉന്നയിച്ചൊരു തെളിവ് കൊണ്ടുവരണം. തെളിവുണ്ടെങ്കിലല്ലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തെളിവോടുകൂടി വരുന്ന ആരോപണങ്ങളല്ലേ നമുക്ക്. ഇതുവരെ വന്ന ആരോപണമൊന്നും ശരിയല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ശരിയല്ല എന്നല്ല, അത് തെളിവോടുകൂടി എല്ലാവർക്കും ആരോപണം വരും. അപ്പം ആരോപണം വന്നവർ മാറി എന്ന് അന്വേഷണം നേരിട്ടിട്ട് വരെയല്ലേ ചെയ്യുന്നത്. പക്ഷേ അവർ ഒരു ലെവൽ കഴിഞ്ഞപ്പോഴത്തേക്കും തെളിയിച്ച് കോടതിയിൽ വരുമ്പോഴത്തേക്കാണ് ഈ ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ടെന്നും അത് എത്ര പേര് ഉൾപ്പെടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത്. കുറച്ച് നടന്മാരുടെ പേരിൽ ആരോപണം വന്നിട്ടുണ്ട്, ഇനി വരാതിരിക്കുക അറിയില്ല. ഓക്കെ, അപ്പോൾ ഇനി ആരോപണം വരില്ല എന്ന് ഉറപ്പുള്ള ഒരു നടൻ്റെ പേര് പറയാൻ പറ്റുമോ? ഉണ്ണി മുകുന്ദൻ, പൃഥ്വിരാജ്. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നു. അത്ര ബാക്കി എല്ലാവരുടെയും അറിയില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും മേലും ആരോപണം. നിങ്ങളുടെ ഒരു കോൺസെപ്റ്റിൽ ഒരു ക്ലീൻ ഷീറ്റ് ഉള്ള ഒരു നടൻ അങ്ങനെയായിട്ടുള്ള ആരുമില്ല. അത് മമ്മൂട്ടിയായിരിക്കും. മമ്മൂട്ടിയല്ലേ? പൃഥ്വിരാജ്, ടോവിനോ. പഴയ നടന്മാരേ ഉള്ളൂ, ഇപ്പോഴത്തെ നടന്മാരെല്ലാം പെണ്ണുടിയന്മാർ തന്നെ. ഇപ്പോൾ തന്നെ ഇത് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടല്ല ഇവർക്ക് ഇത്രയും പേർക്കും ഇങ്ങനത്തെ ആരോപണങ്ങൾ വന്നത്. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇത് ഇത്രയും ഒറ്റയടിക്ക് എല്ലാവർക്കെതിരെ വന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ആരാണ് ചെയ്തത് ചെയ്യാത്തതെന്ന് നമുക്കൊന്നും പ്രഡിക്റ്റബിൾ അല്ല. അമ്മ കമ്മിറ്റിയൊക്കെ പിരിച്ചു വിട്ടില്ലേ, അപ്പോൾ പുതുതായിട്ട് ആര് വരണമെന്നാണ് ആഗ്രഹം? പ്രസിഡന്റായിട്ടും സെക്രട്ടറി ആയിട്ടൊക്കെ പുതിയ തലമുറ. സുരേഷ് ഗോപി വരാൻ പറ്റും. സുരേഷ് ഗോപി വരാൻ പറ്റത്തില്ലേ? അല്ല, വരണമെന്നാണ് ആഗ്രഹം. എനിക്ക് ആഗ്രഹം. പക്ഷേ സുരേഷ് ഗോപി ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ മാധ്യമങ്ങളെ വെച്ച് തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. അതൊക്കെ സ്വാഭാവികമല്ലേ. മാധ്യമങ്ങൾ ആരാണ് തള്ളാത്തതും കൊള്ളാത്തതും. അപ്പോൾ സുരേഷ് ഗോപി ചെയ്ത് തെറ്റില്ലെന്നാണ് പറയുന്നത്. തെറ്റും ശരിയൊന്നും പറയാൻ നമ്മളായിട്ടില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ല, മാധ്യമങ്ങളോട് അങ്ങനെ അസഹിഷ്ണുതായ രീതിയിലുള്ള പെരുമാറ്റം ശരിയല്ല എന്നുള്ളതാണ്. ഇത് പൊതുപ്രവർത്തകനും ഒക്കെ അല്ലേ, ജനപ്രതിനിധി കൂടിയല്ലേ. അപ്പോൾ കുറച്ചുകൂടി മാന്യമായ രീതിയിൽ ഇടപെടണം എന്നുള്ളത് തന്നെ. പെരുമാറ്റം പുള്ളിക്കും ആശങ്ക ഉണ്ടാവാം. സുരേഷ് ഗോപിയുടെയും ഗണേഷ് കുമാറിൻ്റെയും പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആ ഇൻഡസ്ട്രിയെ ഇപ്പോൾ എല്ലാവരും കൂടെ തേച്ച് റെഡിയാക്കിയെന്നാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. ഇവർ രണ്ടുപേരുടെ ഇതാണ്. അമ്മ സംഘടനയിലെ ഭാരവാഹികളെല്ലാം പിരിച്ചുവിട്ട്, അപ്പോൾ ഇനി പുതുതായിട്ട് ആര് വരണമെന്നാണ് ആഗ്രഹം? പ്രസിഡന്റായിട്ട് മുമ്പ് മോഹൻലാലായിരുന്നു, ഇപ്പം മോഹൻലാൽ രാജിവെച്ചിട്ട് പോയിട്ടുണ്ട്. തമിഴല്ലേ? മലയാളം തമിഴാ? മലയാളം. ഇവിടെ അമ്മ സംഘടന അറിയാം. മലയാളം. ദിലീപ്.
ദിലീപ് സംഘടനയിൽ അംഗമല്ല. ദിലീപിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ പറ്റി അതുകൊണ്ടാണ്. ആരുടെ പേരാണ് നിർദ്ദേശിക്കുന്നത്? നിർദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് പേരൊന്നും എൻ്റെ ഒപ്പീനിയനില്ല. പൃഥ്വിരാജ് ആയിക്കോളാം. പൃഥ്വിരാജ് പറഞ്ഞാണ് നല്ലതെന്ന് തോന്നുന്നു. പൃഥ്വിരാജ് പ്രസിഡന്റ് പെണ്ണുങ്ങളാക്കണാണ് നല്ലത്. ലേഡീസ് വരണമെന്നാണ് ആഗ്രഹം. ലേഡീസ് തന്നെ. അപ്പൊ അതിൽ ആരാവണമെന്നാണ് ആഗ്രഹം? അതില് കാവ്യ മാധവരെ, മഞ്ജു വാര്യർ, അവരിൽ ആരെങ്കിലും ഒക്കെ കൊള്ളാം. മഞ്ജു വാര്യർ. പുതുതായിട്ട് പറയുന്നത് പോലെ പാർവതി തിരുവോത്ത്, പൃഥ്വിരാജ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള യുവ നിരയിലുള്ള ആളുകൾ വരട്ടെ. പിന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എത്രത്തോളം അനിവാര്യമാണ്? അതല്ലെങ്കിലും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീകളുടെ പ്രാധാന്യമാണല്ലോ ഇപ്പം, അതും കൂടെ കൊണ്ടാണല്ലോ ഇഷ്യൂ ഉണ്ടായത്. അതുമാത്രമല്ല, ഇത് നമ്മൾ പറയണല്ലോ, അവര് വോട്ടൊക്കെ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പം ആൾക്കാർ വോട്ട് ചെയ്തെടുത്തിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു വുമൺ ആണ് വരണമെങ്കിൽ വുമൺ, അങ്ങനെ വുമൺ ഒരുപാട് വരികയാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും തോന്നുന്നുണ്ടോ? അറിയില്ല. തുല്യത വരണം, വുമണും മെന്നും രണ്ടുപേരും വരണമെന്നാണ്. ഓക്കെ, മുൻനിരയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ? തീർക്കാൻ പറ്റും. അതിന് ചെയ്യാൻ പറ്റുന്ന ലീഗലൈസ് ചെയ്യണം. ലീഗലൈസ് ചെയ്ത് ഒരു ലീഗൽ അഡ്വൈസറെ അവർ നിയമിക്കണം, അല്ലേ? നിയമിച്ചിട്ട് അതിന് വേറൊരാളെ ചുമതലപ്പെടുത്തണം. നമ്മുടെ ഇവിടെ എല്ലാ വകുപ്പുകളിലും IAS ഇല്ലേ, അല്ലേ? റവന്യൂവിനുണ്ട്, സബ് കളക്ടറുണ്ട്. ഇതുപോലൊരു ലീഗൽ അഡ്വൈസർ ഈ മേഖലയിൽ വന്നിട്ട് അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കാത്തത്. അപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഈ ഇത്തരം ചൂഷണങ്ങളെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു പ്രതിവിധിയായിട്ട്? അല്ല, ഇതൊരു കൺസെൻറ്റോട് കൂടിയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടവും സ്വാഭാവികമാണ്. ഒരാളുടെ കൺസെൻറ്റ് ഇല്ലാതെ തീർച്ചയായിട്ടും അതിപ്പോൾ കൺസെൻറ്റോട് കൂടി ഇവിടെ ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ടായി, അത് ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ കൺസെൻറ്റ്. ഇത് പക്ഷേ കൺസെൻറ്റ് അല്ലാതെ ഒരാളുടെ ദേഹത്ത് തൊടുകയോ അങ്ങനെ ഒരാളെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് അത് ഇനി സിനിമയിൽ നിന്നല്ല, ഏത് മേഖലയിലായാലും തെറ്റാണ്. പക്ഷേ കൺസെന്റ് ഇല്ലാതെ വന്ന പരാതികളാണ് ഇപ്പം അതെ. അതിൽ അമ്മ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതെല്ലാം അവരുടെ പേഴ്സണൽ വിഷയങ്ങളല്ലേ. തന്നെ ഈ ജയസൂര്യയുടേതെന്ന് പറയുന്നത് 2018 എന്തോ നടന്നതാണെന്ന് പറയുന്നു. 2020 ഇവർ തമ്മിലുള്ള പോസ്റ്റ്, അതായത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് 2024 ഈ കേസ് വീണ്ടും കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. ഈ നടിമാരായാലും ഇതിൽ അഭിനയിക്കാൻ വരുന്നത് അതിൽ പറയുന്ന സീനുകൾ പലരുടെയും ജീവിതം കാണും, അല്ലേ? ഈ പറയുന്ന ഹോട്ടലുകളിലുള്ളവരാണ് എല്ലാവരുടെ ജീവിതം അഭിനയിക്കാൻ കണക്കാക്കിയാണ് അവർ വരുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഇപ്പം മറ്റു സീനുകളെല്ലാം അഭിനയിക്കാം. ഏത് പണ്ടൊക്കെ നമ്മൾ പറയും ഇത് ഡിസ്റ്റൻസ് ഇട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പം മറ്റു സീനുകളെല്ലാം അഭിനയിക്കുന്നു. ഒരേ ഭർത്താവ് മക്കളും ഉള്ളവർ തന്നെയാണ് ഇതിലും അഭിനയിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ സീന് മാത്രമേ അങ്ങനത്തെ സീൻ അഭിനയിക്കാൻ തയ്യാറായി വരുന്നവർ എല്ലാം ഉൾക്കൊള്ളാൻ കണക്കാക്കി വരണ്ടേ. പക്ഷെ അത് പലരും മുതലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സിനിമയിലെ മുതലാക്കുന്നത് എല്ലാ മേഖലകളിലും അത് മുതലാക്കുന്നത് വെച്ചാൽ അത് അവരുടെ തന്നെ, ഞാൻ പറഞ്ഞത്, ഒരു സമയത്ത് അവർക്ക് ഇതെല്ലാം ഹൈഡ് ചെയ്യുന്നു. വേറെ സമയത്ത് ഇതൊരു അവർക്ക് പബ്ലിസിറ്റിക്കുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കില്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അത് എങ്ങനെ തീർക്കണമെന്നാണ്? ഭാവിയിൽ ഇനി പ്രശ്നം വരുമെന്ന് തോന്നുന്നില്ല. ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ഉണർന്നത് കൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിൽ ഇനി കടന്നു വരുന്നവരോട് തികച്ചും ന്യായമായ ഒരു പെരുമാറ്റം തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു.